ഞാനിപ്പോൾ നിൽക്കുന്നത് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിന് മുന്നിലാണ്. മധുവാഹിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മൊഗ്രാൽ പുഴയുടെ പടിഞ്ഞാറേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. കാമദേവനെ വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ നിൽക്കുന്ന പരമശിവനും വലത്തോട്ട് തുമ്പിക്കൈ നീട്ടിയിരിക്കുന്ന സിദ്ധിവിനായകനുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. എന്നാൽ ഇവരിൽ കൂടുതൽ പ്രസിദ്ധി ഗണപതി ഭഗവാനാണ്. കുമ്പളസിമ എന്നറിയപ്പെടുന്ന മായിപ്പാടി ദേശത്തെ പ്രധാന 4 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശിവള്ളി ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ടവരാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അനുസരിച്ച് മധൂർ ക്ഷേത്രം ആദ്യം ശ്രീ മദനന്തേശ്വര അതായത് ശിവക്ഷേത്രമായിരുന്നു. ഈ പ്രദേശത്തെ പ്രാദേശിക തുളു മോഗർ സമുദായത്തിലെ മദാരു എന്ന വൃദ്ധ ശിവലിംഗത്തിൻ്റെ ഒരു ഉദ്ഭവമൂർത്തി അതായത് മനുഷ്യൻ നിർമ്മിക്കാത്ത ഒരു പ്രതിമ കണ്ടെത്തി. അങ്ങനെയാണ് ഈ ക്ഷേത്രം ശിവക്ഷേത്രമായി ഇവിടെ ഉദ്ഭവിച്ചത്. ഇവിടെ ഈ ശിവക്ഷേത്രത്തിൽ പൂജാരിയോടൊപ്പം അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മകനും താമസിച്ചിരുന്നു. ഈ ആൺകുട്ടി ശ്രീകോവിലിൻ്റെ തെക്കൻ ചുവരിൽ കളിക്കുന്നതിനിടെ ക്ഷേത്രത്തിൻ്റെ ചുവരിൽ ഗണപതിയുടെ ഒരു ചിത്രം വരച്ചു. ദിവസം തോറും ഈ ചിത്രം വലുതും തടിച്ചതുമായി മാറി. ചുവരിൽ ഈ ചിത്രം അത്ഭുതകരമായി ഉയർന്നു വന്നു. അങ്ങനെ ആ കുട്ടി ഗണപതിയെ ബോദ്ധജ്ജ അല്ലെങ്കിൽ ബോദ്ധ ഗണേശൻ എന്ന് വിളിച്ചു. പിന്നീട് ഗണേശനെ പ്രധാനമായും ഇവിടെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ക്ഷേത്രം സിദ്ധിവിനായക ക്ഷേത്രം കൂടി ആയത്. ക്ഷേത്രത്തിനടുത്തായി മധുരവാഹിനി നദിയുണ്ട്. ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രവുമായി ഒരു ചരിത്രകഥയുണ്ട്. ടിപ്പു തൻ്റെ വിജയയാത്രയ്ക്കിടെ ക്ഷേത്രം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ടിപ്പു ഈ ക്ഷേത്രത്തെ സമീപിച്ചു. ദാഹം തോന്നിയപ്പോൾ ടിപ്പു ക്ഷേത്രത്തിനുള്ളിലെ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. കുറച്ചു നേരം ഈ ക്ഷേത്രത്തിൽ വിശ്രമിച്ചതിനു ശേഷം ടിപ്പു മനസ്സ് മാറ്റി. തൻ്റെ സൈനികരെയും ഇസ്ലാമിക പണ്ഡിതന്മാരെയും തൃപ്തിപ്പെടുത്താൻ അദ്ദേഹം ആക്രമണത്തിൻ്റെ പ്രതീകമായി തൻ്റെ വാൾ കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ അടയാളം ഒഴികെ ക്ഷേത്രത്തിൽ തൊടാതെ ഉപേക്ഷിച്ചു. ആ വാൾ കൊണ്ടുണ്ടാക്കിയ അടയാളം ഇപ്പോഴും ഇവിടെ കാണാം.